ലോൺ രണ്ട് ടൈപ്പ് ഉണ്ട്. സെക്വേർഡ് ലോണും അൺസെക്വേർഡ് ലോണും. സെക്വേർഡ് ലോൺ എന്താണെന്ന് മനസ്സിലായല്ലോ? പ്രോപ്പർട്ടി ഈട് വെച്ചുകൊണ്ട് എടുക്കുന്നതാണ്. അങ്ങനെ ലോൺ എടുക്കുന്ന വ്യക്തി മരിച്ചുപോയാൽ ആ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യും ബാങ്ക്. ക്ലിയർ? നമ്പർ 2, അൺസെക്വേർഡ് ലോൺ. ഒരു പ്രോപ്പർട്ടിയും ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കാതെ, ഈട് നൽകാതെ, ഒരു വ്യക്തിയുടെ സ്വന്തം ജോലി, അയാളുടെ ജോലിയോ മറ്റോ നോക്കിക്കൊണ്ട് തിരിച്ചടയ്ക്കാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൊടുക്കുന്ന ലോണിനെയാണ് അൺസെക്വേർഡ് ലോൺ എന്ന് പറയുന്നത്. അൺസെക്വേർഡ് ലോണ് എടുക്കുന്ന വ്യക്തി മരിച്ചുപോയാൽ അയാളുടെ വീട്ടിൽ അയാളുടെ മക്കൾക്കോ മക്കളുടെ ഭാര്യയ്ക്കോ ഒന്നും യാതൊരു ഉത്തരവാദിത്വവും ഇല്ല അടയ്ക്കണം. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ബന്ധപ്പെടും, ഞാൻ വേണ്ട സഹായങ്ങൾ ചെയ്തു തരാം. ഐ എം എ ക്രിമിനൽ ലോയർ ബൈ പ്രൊഫഷൻ. പേര് ബി രാധാകൃഷ്ണൻ കരമന. ഇനി രണ്ട് ടൈപ്പ് ലോൺ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചടയ്ക്കണം. അതായത് ഇപ്പം അച്ഛൻ ലോൺ എടുക്കുന്നു, മക്കള് ജാമ്യം നിന്നിട്ടുണ്ടെങ്കിൽ, ക്ലിയർ ആവുന്നുണ്ടോ? ജാമ്യം നിന്നിട്ടുണ്ടെങ്കിൽ മക്കൾ അടച്ചേ പറ്റും. ലോൺ അടയ്ക്കണം, കംപ്ലീറ്റ് അടച്ചു തീർക്കണം. 2, ഈ പ്രോപ്പർട്ടി എന്തെങ്കിലും ഈട് വച്ചിട്ടുണ്ടെങ്കിൽ ആ ഈട് ആര് പ്രോപ്പർട്ടി ആര് കൺഫിസ്കേറ്റ് ചെയ്യും? ബാങ്ക് കൊണ്ടുപോകും. ക്ലിയർ ആവുന്നുണ്ടോ? ഇതിലാണ് ലോൺ എടുക്കുന്നതിൽ പ്രത്യേകം സൂക്ഷിക്കേണ്ട. അതായത് ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ലോൺ എടുത്തു, ഒരാൾ അൺസെക്യൂർഡ് ലോൺ എടുത്തു. അൺസെക്യൂർഡ് ലോൺ എടുത്തിട്ട് അയാൾ മരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കുകൾ ചില റെപ്രസെന്റേറ്റീവിന് വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്താനൊന്നും പാടില്ല. ഇപ്പോൾ റിസർവ് ബാങ്ക് സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഗുണ്ടകളെ വിട്ട് വരട്ടുക അതൊന്നും പാടില്ല. ഭയങ്കര ഒഫൻസാണ്. വരുന്ന ആ വാദി പ്രതിയായി പോകും. മനസ്സിലായില്ല? അയൽ വീടുകളെല്ലാം ചെന്ന് പറയുക ഇയാളിങ്ങനെ ലോൺ എടുത്തിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ കൂടെ ഡീഫെയിം ചെയ്യുക.